ഇപ്പോൾ ജഡായ ഹെൽത്ത് സെൻ്റർ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി ടിക്കറ്റ് എടുക്കണം. അതിനുള്ള വഴിയാണ് വണ്ടിയുടെ വഴി. ഇത് നടന്നു പോകാനുള്ള വഴി. ജഡായു ശില്പത്തിലേക്കുള്ള കാൽനട പോകാനുള്ള വഴി. ടിക്കറ്റ് നിരക്ക് 325 രൂപയാണ്. പാറക്കൂട്ടങ്ങൾക്കും കാടുകൾക്കും ഇടയിൽ യാത്രകളുടെ കുടിവെള്ളം വെള്ളത്താവളമുണ്ട്. ദൂരം 1 കിലോമീറ്ററാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 1000 അടി. പടവുകൾ 826 പടവുകളുണ്ട്. ശുചിമുറി താഴെ മുകളിൽ മാത്രം. Actually the ticket rate is 325 rupees and the distance is 1 kilometer. Altitude of 1000 feet above sea level. 826 stair steps are there and toilet is at the base station and the top station. That's it. You can see sculpture visit മാത്രം 266 ആണ്. കേബിൾ കാർ 289. ടോട്ടൽ കോസ്റ്റ് 351. സ്കൾപ്ചേഴ്സ് വിസിറ്റും വാക്ക് വേ ആണെങ്കിൽ 324. കണ്ട് 324 അല്ല. നടക്കുവാണെങ്കിൽ 324 രൂപ. കേബിൾ കാർ ആണെങ്കിൽ 585 ഉണ്ട്. വാക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നല്ല സെറ്റപ്പ് തന്നെയാണിത്. നല്ല ചെക്കിംഗ് ഒക്കെ ഉണ്ട്. സിഗരറ്റ് ഐറ്റംസും അങ്ങനത്തെ ഒന്നും അല്ല അവിടെ അല്ല. കേബിൾ കാറിൻ്റെ എക്സ്പീരിയൻസ് ചെയ്യാം. നാളെ നോക്കാം. നമ്മൾ വാക്ക് വേ ഇൻ ഇതിലൂടെയാണ് നമ്മൾ പോകുന്നത്. 826 സ്റ്റെപ്സ് 1 കിലോമീറ്റർ ഉണ്ട്. നോക്കാം എത്രത്തോളം ഒരു ചാലഞ്ച് എത്രത്തോളം പോകാൻ പറ്റും നോക്കാം. അയ്യോ കണ്ടാൽ തന്നെ പേടിപ്പിക്കുന്നുണ്ടല്ലോ. വാക്ക് നോക്കാം. ഇത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. 800 സ്റ്റെപ്സ് ഉണ്ട്. അതുകൊണ്ടാണ് പലവരും ഇത് എടുക്കുന്നില്ല. കേബിൾ കാറാണ് പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ കുഴപ്പമില്ല, അത് അത്രയൊന്നും ഇല്ലല്ലോ. ചുമ്മാ ടൈം എടുത്ത് നമുക്ക് പോകാമല്ലോ. ഇത് വലിയ പാറക്കടയിലൂടെയാണ് ഇത് നടക്കേണ്ടത്. അതാണ് 1000 അടി മുകളിലാണ് സമുദ്രനിരപ്പിൽ നിന്നത്. അതാണ് ഇതുള്ളത്. 3 സ്റ്റെപ്സിൻ്റെ എണ്ണം പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നല്ലതാണ്. നമുക്കൊരു വാക്കിംഗ് പോകാൻ നല്ല എൻജോയ് ആയിട്ട് പോവുകയും ചെയ്യാം. കേബിൾ കാറാണെങ്കിൽ പെട്ടെന്ന് തീരുകയും ചെയ്യും. എത്ര കണക്ക് എഴുതിയിട്ടുണ്ട്. 895 മീറ്റേഴ്സ് ഇനിയും ബാക്കിയുണ്ട്. 648 സ്റ്റെപ്സ്. കുറച്ചു നേരം നടന്നു. അതിന് ശേഷം വീണ്ടും സ്റ്റെപ്സ് തുടങ്ങിയായി. ഒരു കേവ് പോലത്തെ സ്ട്രക്ചർ അതിൻ്റെ ഉള്ളിൽ വീണ്ടും സ്റ്റെപ്സ് തുടങ്ങുന്നത്. നല്ല ഇൻ്റർനാഷണൽ ലെവലിലാണ് ഇവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മുകളിലാണ് കണ്ട സ്റ്റെപ്സ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓരോ സ്ഥലത്തും ഓരോ പോയിന്റിലും ഇവർ എത്ര ബാക്കിയുണ്ടെന്ന് എഴുതുന്നുണ്ട്. 486 സ്റ്റെപ്സ് ബാക്കിയുണ്ട്. 695 മീറ്റേഴ്സ്. യു ആർ ഹെൽത്തി. താങ്ക് യു. ഇനി വീണ്ടും പാറയും എന്ത് വലിയ റോക്കാ നോക്കി. ഒന്നോ 397 സ്റ്റെപ്സ് 500 മീറ്റേഴ്സ് വഴിയാണ് മുകളിൽ കയറി പോകേണ്ടത്. നല്ല വേറൊരു വലിയ റോക്ക്. എൻ്റെ പൊന്നു. കല്ലും കണ്ണും കൊണ്ട് മാത്രം നിർമ്മിച്ച കൽപ്പടവുകളുടെ ശില്പി ശ്രീ ബാലംപിള്ള കടമ്മാൻമൂട് കടയ്ക്കൽ. നടവഴിയിലുണ്ടായിരുന്ന ചെറിയ കല്ലുകൾ പരസഹായമില്ലാതെ കൊത്തി മിനുക്കി തൻ്റെ 70-ാം വയസ്സിൽ ആരംഭിച്ച ജോലി 3 വർഷം കൊണ്ട് പൂർത്തിയാക്കി. 263 പടവുകളും
അതിൻ്റെ ചുവരുകൾക്കുമായി 60,000 കല്ലു കഷ്ണങ്ങൾ ഉപയോഗിച്ചു. ചെറിയ അളവിൽ ഉപരിതലത്തിൽ മാത്രമേ സിമെൻറ്റ് ഉപയോഗിച്ചിട്ടുള്ളൂ. ഇതിൻ്റെ ആദ്യ കല്ലിട്ട് തുടക്കം കുറിച്ചത് ശ്രീ കുമ്മനം രാജശേഖരനാണ്. അപ്പോൾ ആ പുള്ളിയാണ് ഇത്രയും സ്റ്റെപ്സും ഇതിൻ്റെ ഉണ്ടാക്കിയത്. 6 ലക്ഷം പാറക്കഷ്ണങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയത്. സിമെൻറ്റ് ഇവിടെ മാത്രമേ തേച്ചിട്ടുള്ളൂ നിലത്ത്. ഒരു ഭയങ്കര സംഭവം തന്നെയാണ്. അപ്പോൾ അദ്ദേഹവും ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പാറക്കെട്ടിൻ്റെ അടുത്തെത്തി. ഇനി വളരെ കുറച്ചേ ഉള്ളൂ. എത്തി ഫൈനലി. 800 സ്റ്റെപ്സ് ഒന്നുമല്ല, സിമ്പിൾ. പാറേൻ്റെ മുകളിൽ വെച്ചിട്ട് നടത്തും. അത് വലിയതൊന്നുമില്ല, കുഴപ്പമില്ലാതെ പോകും. സ്റ്റെപ്സ് കഴിഞ്ഞു. പിന്നെ പാറയുടെ മുകളിൽ കുറച്ച് നേരം നടക്കണം. ആ കാണുന്നതാണ് കേബിൾ കാറിൻ്റെ കാണാം. അടിപൊളി തന്നെയാണ് കേട്ടോ. അതൊന്ന് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യണം. നല്ല രസമായിരിക്കും അതിൻ്റെ കേബിളിലൂടെ. ഓക്കെ, അടിപൊളി തന്നെ. 4 കാറുകൾ. ഇനി 143 സ്റ്റെപ്സ് ഇനിയും ഉണ്ട്. 135 മീറ്റർ ഇതിലൂടെ പോയി ആ കേബിൾ കാറിൻ്റെ സൈഡിലൂടെ തോന്നു പോയി നോക്കാം. ലാസ്റ്റ് 135 സ്റ്റെപ്സാണ്. ചലോ. അടിപൊളി തന്നെ കാഴ്ച. ഇതിൻ്റെ മുകളിൽ കൂടി പോകണം. വ്യൂ പോയിന്റ് വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോയിട്ട് കാണാം. തിരിച്ചു വന്നിട്ട് ടൈം 5:30 വരെ ഉള്ളൂ. സ്റ്റെപ്സ് മാത്രം. ഇതാണ് ഈ കാണുന്നതാണ് ജഡായ പാറ. ഇവിടുന്ന് നമുക്ക് കേബിൾ ടിവിൻ്റെ കാഴ്ചയും കാണാം. ഇത് വഴി ഇങ്ങനെ പോയി താഴെ എത്തും. ഇത്രയേ ഉള്ളൂ. ഇത് ആ പാറയിൽ നിന്ന് ജസ്റ്റ് ഈ പാറ കിട്ടില്ല. പക്ഷി കിടക്കുന്ന കിട്ടില്ലെന്ന് തന്നെ. क्या नज़ारा है, किटिलन തന്നെ. കിട്ടില്ല തന്നെയല്ലേ.